കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1-ലെ ഹിഡൻ ഡീറ്റെയിൽസും എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അടുത്ത വർഷം ഈ സിനിമ നാഷണൽ അവാർഡ്സ് എത്ര എണ്ണം കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. വീഡിയോയിലേക്ക്. ഈ സ്ഥലത്ത് വെച്ച് അച്ഛനെ എങ്ങനെയാണ് കാണാതായത് എന്ന് ശിവ കൂടെയുള്ളവരോട് ചോദിക്കുന്ന ആ രംഗം. ശിവയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന 2 ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ നിൽക്കുന്ന മറ്റൊരാളോട് പറയുന്നത് ഒരു ഷെയർ സ്റ്റേഷനിലേക്ക് എത്തിക്കണമെന്നാണ്. ആ ഷെയർ എന്ന് പറഞ്ഞത് പുറകിൽ നിൽക്കുന്ന ആളുടെ കയ്യിലുള്ള വെടിവെച്ച് പിടിച്ച മുള്ളൻ പന്നിയുടെ ഇറച്ചിയുടെ ഷെയറാണ്. ശിവയോട് കാന്താരയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയിലെ തുടക്കത്തിലെ നരേഷൻ ഒന്ന് വിശദമാക്കിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാമെന്ന് കരുതുന്നു. കദംബർ ബനവസി വാണിരുന്ന കാലം എന്ന് പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത്. കദംബ രാജവംശം 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ കർണാടക ഭരിച്ചിരുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രാചീന രാജവംശമാണ്. ബനവസി കദംബരുടെ കാലത്ത് രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. കർണാടകയിലെ ഏറ്റവും പഴയ ടൗണുകളിലൊന്നും ബനവസിയാണ്. കന്നഡ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഉയർച്ചയുണ്ടായതും ക്ഷേത്രങ്ങളുടെ രൂപം പിരമിഡിൻ്റേതുപോലെയുള്ള ടവറുകളാക്കി മാറ്റി പുതിയ വാസ്തുശൈലി കൊണ്ടുവന്നതും കൃഷിയെയും വ്യവസായത്തെയും പ്രോത്സാഹിപ്പിച്ചതും ശക്തമായ ഭരണവ്യവസ്ഥ നടപ്പാക്കിയതും കദംബ രാജവംശമാണ്. ചുരുക്കി പറഞ്ഞാൽ കർണാടകയുടെ വലിയൊരു മാറ്റം സാധ്യമാക്കിയ ആദ്യത്തെ കന്നഡ രാജവംശവും കദംബരുടേതാണ്. കദംബരുടെ രാജവംശത്തിൻ്റെ പടിഞ്ഞാറ് കടൽക്കരയിലെ സാമന്ത രാജ്യത്തെ രാജാക്കന്മാരായിരുന്നു പാളയകാരർ. ഈ സാമന്ത രാജ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും രാജാവ് ബാംഗ്രയിലെ വിജയേന്ദ്രയായിരുന്നു. ബാംഗ്രയുടെ കീഴിൽ വരുന്ന നാടായിരുന്നു കാന്താര. ബാംഗ്ര എന്നതൊരു ഫിക്ഷണൽ പ്ലേസ് ആണ്. ജബ്ബണ്ണനെയും കൂട്ടരെയും അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് ബാംഗ്രയിൽ നടക്കുന്ന കെട്ടിട നിർമ്മാണ ജോലികളിലേക്ക് തൊഴിലാളികളാക്കാനായിരുന്നു. അന്നവിടെ പണിതുകൊണ്ടിരുന്നത് പുതിയ രാജകൊട്ടാരമായിരുന്നു. ആ രാജകൊട്ടാരത്തിലാണ് വിജയേന്ദ്രയും വിജയേന്ദ്രയ്ക്ക് ശേഷം മകൻ ജയറാമിൻ്റെ ക്യാരക്ടർ രാജശേഖരയും മക്കൾ കുലശേഖരയും കനകാവതിയും വാണിരുന്നത്. അടിമയാക്കപ്പെട്ട ജബ്ബണ്ണയുടെ കാലിൽ കെട്ടിട ജോലിക്ക് ഉപയോഗിക്കുന്ന വലിയ കല്ല് വീഴുകയും ആ കാല് പടയാളി മുറിച്ചു മാറ്റുകയും ചെയ്തു. ആ രാത്രിയിൽ ജബ്ബണ്ണ രക്ഷപ്പെടുന്നത് രാജകൊട്ടാരത്തിന് ചുറ്റും മതിലില്ലാത്തതുകൊണ്ടായിരുന്നു. വിജയേന്ദ്രയുടെ കാലത്ത് രാജകൊട്ടാരത്തിന് ചുറ്റും മതിലില്ലായിരുന്നു. കാന്താരയെ ഭയന്ന് രാജകൊട്ടാരത്തിന് ചുറ്റും മതിൽ നിർമ്മിച്ചത് രാജശേഖരയായിരുന്നു. മായാരൂപൻ്റെ വാക്ക് കേട്ട് കാന്താരയിലേക്ക് വിജയേന്ദ്ര രാജാവ് പോകുന്ന വഴിയൊന്ന് ശ്രദ്ധിക്കുക. ഇതേ വഴിയിലൂടെയാണ് കാന്താര ആദ്യ ഭാഗത്തിലെ രാജാവും മനഃശാന്തി തേടി യാത്ര പോകുന്നത്. വിജയേന്ദ്ര രാജാവിനെ കൊല്ലുന്നത് പഞ്ചുരുളിയല്ല, ഗുളികനാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കുലശേഖരനെയും ഗുളികൻ കൊല്ലുന്നത്. കഴുത്ത് കടിച്ചു പറിച്ച് ചോര കുടിച്ച് കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കിണറ്റിലേക്ക് പോയി. 2 പേരുടെയും മരണം ഒരേപോലെയായിരുന്നു. ബർമ്മയും കനകാവതിയും കണ്ടുമുട്ടുന്ന രംഗം. കനകാവതിയുടെ ചുണ്ടിൽ വന്നിരിക്കുന്നത് റാണി തേനീച്ചയാണ്. മറ്റു തേനീച്ചകളേക്കാൾ വലിപ്പമുണ്ട്. അത് പറന്നു പോകുമ്പോൾ അതിനു പുറകെയായി മറ്റു തേനീച്ചകളെല്ലാം ഒന്നിച്ചു പോകുന്നതും കാണാം. ഇതൊരു ഫോർ ഷാഡോയിങ് സീനാണെന്നും പറയാം. കാരണം റാണി ആയാലും പിന്നീട് കുത്തി നോവിക്കും എന്നർത്ഥം. ബാംഗ്രയിൽ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു വന്ന് കൂടുതൽ സുഗന്ധവ്യഞ്ജന വസ്തുക്കൾക്കായി ഉൾക്കാട്ടിലേക്ക് പോകുന്ന രംഗം. ഇപ്രാവശ്യം കാന്താരയിലുള്ളവരുടെ കയ്യിലെ ആയുധങ്ങളിൽ ഒരുപാടെണ്ണം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയവയാണ്. ഇതെല്ലാം ബാംഗ്രയിൽ നിന്നും കച്ചവടം നടത്തി നേടിയെടുത്തതാണ്. കടപ്പ് ദിക്കിലുള്ളവരുടെ കയ്യിലും ഇരുമ്പിൻ്റെ ആയുധങ്ങളുണ്ട്. അത് ബാംഗ്രയിൽ നിന്നും ലഭിച്ചതാണ്. കനകാവതിയെ പാൽ കൊടുത്ത് രക്ഷിച്ച കടപ്പ ദിക്കിലെ ദുർമന്ത്രവാദികളുടെ മകനാണ് ഈ ഒരു കഥാപാത്രം. കനകാവതി ജനിച്ചപ്പോൾ കടപ്പ ദിക്കിൽ നിന്നും ഒരു സ്ത്രീ വന്ന് മുലപ്പാൽ കൊടുക്കണമെങ്കിൽ ആ സ്ത്രീയും അപ്പോൾ അമ്മയായിരുന്നിരിക്കണമല്ലോ. അവരുടെ കുട്ടിയാണിത്. മാണിച്ചില്ലിൻ്റെ അർത്ഥം. മാണിച്ചില്ല് എന്നത് കഠിനമായ മാനസിക വേദനയെ കാവ്യാത്മകമാക്കി കാണിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആത്മീയതയെയും പരിസ്ഥിതിയെയും നീതിയെയും കൂട്ടിയിണക്കി വളരെ ഡീപ്പായ ഒരു ഇമോഷണൽ പ്രെയർ സോങ് ആണിത്. വൈദ്യ ചൊല്ലുന്ന മാണിച്ചില്ലിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സത്യസന്ധമായി ജീവിക്കുന്നവരോടൊപ്പം ധർമ്മം നിലനിൽക്കും. എന്നാൽ ഞങ്ങളുടെ ലോകത്ത് ദുഷ്ടശക്തികൾ വന്നെത്തിയിരിക്കുന്നു. അവർ ഭൂമിദേവിയെ പിളർത്തി ഹൃദയം പിച്ചി ചീന്തി എറിഞ്ഞിരിക്കുന്നു. ജീവൻ്റെ ഉറവിടമായ ഗർഭപാത്രത്തെ വിഷം കലർന്ന കോടാലി കൊണ്ട് തകർത്തു. ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ, നീ എവിടെയാണ് അപ്രത്യക്ഷനായത്? ഈ സത്യഭൂമി പൂർണ്ണമായും വിഷം തീണ്ടി നശിച്ചോ? അനീതിയുടെ പീഡനം ഞങ്ങൾ അനുഭവിക്കുന്നു. ഓ കാന്താര, ഓ ഉള്ളായ, ഓ എൻ്റെ ദൈവമേ. മനുഷ്യവംശം അത്യാഗ്രഹത്തിലൂടെയും അനീതിയിലൂടെയും പവിത്രമായ ഭൂമിയെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെയും നീതിയുടെയും കാവൽക്കാരായ ദൈവിക ശക്തികൾ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു. സമത്വം, സത്യം, ദിവ്യനീതി എന്നിവയുടെ തിരിച്ചു വരാനുള്ള ഒരു നിലവിളിയാണ് ഈ പ്രാർത്ഥന. അമ്മയുടെ മരണശേഷം അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷമാല പിന്നീട് അങ്ങോട്ട് ബർമ്മയെ ഇട്ടിരിക്കുന്നത് കാണാം. വിജയേന്ദ്ര മഹാരാജാവിന് ശേഷം രാജാവാകുന്നത് രാജശേഖരയാണ്. എന്നാൽ രാജശേഖരയ്ക്ക് ശേഷം രാജാവ് ആകേണ്ടത് രാജശേഖരയുടെ മകൾ കനകാവതിയുടെ ഭർത്താവാണ്. കുലശേഖരനെ രാജാവായി വാഴിക്കുന്നത് താൽക്കാലികമായിട്ട് മാത്രമാണ്. അന്നൊക്കെ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. അതായത് മകളുണ്ടെങ്കിൽ മകളുടെ ഭർത്താക്കന്മാർക്കായിരിക്കും തുടർന്നുള്ള അധികാരം. അതുകൊണ്ടാണ് ബർമ്മയും കനകാവതിയുമായുള്ള അടുപ്പം കണ്ട് കുലശേഖരൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കാൻ സാധ്യതയുണ്ടെന്നൊരു പടയാളി വന്ന് പറയുന്നത്.
ഭക്ഷണത്തിൽ ഉപ്പില്ല എന്ന് പറഞ്ഞ് തീറ്റിക്കുന്നതും കുലശേഖരയുടെ കയ്യിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയും ചെയ്ത അതേ പരിചാരകനെ കൊണ്ട് തന്നെയാണ് രാജശേഖരയ്ക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുക്കുന്നത്. കുലശേഖരയുടെ മരണാനന്തര ചടങ്ങിന് എത്തുന്ന രാജശേഖര വാളെടുത്ത് വെട്ടിക്കൊല്ലുന്നതും ഇതേ പരിചാരകനെ തന്നെയാണ്. പുതിയ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ ചടങ്ങിന് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ നിലനിർത്തി കർമ്മങ്ങൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. എനിക്കതിൽ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഗോപൂജയും ശതകുംഭപൂജയും മാത്രമാണ്. മറ്റുള്ളവ അറിയുമെങ്കിൽ കമൻ്റ് അയച്ചേർക്കും. വിജയേന്ദ്രയെ ഗുളികൻ കൊന്നു. ശേഷം രാജാവായത് അന്ന് ചെറിയ കുട്ടിയായിരുന്ന രാജശേഖരയാണ്. രാജശേഖര വലുതായപ്പോൾ രാജശേഖരയ്ക്ക് 2 മക്കൾ. അതിൽ താൽക്കാലിക രാജാവായി വാഴിച്ച കുലശേഖരനെയും ഗുളികൻ കൊന്നു. പിന്നീട് നടന്ന യുദ്ധത്തിൽ കനകാവതിയെ ചാവുണ്ടിയും രാജശേഖരനെ ഗുളികനും കൊല്ലുന്നു. ഇനി ആ രാജ്യം ഭരിക്കാൻ പോകുന്നത് ആ ചെറിയ പെൺകുട്ടിയായിരിക്കും. ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ വരനായിരിക്കും തുടർന്നുള്ള രാജാവ്. കടമ്പരുടെ ദൂതനായി ഒരാൾ ബാംഗ്രയിലേക്ക് വരുന്നുണ്ട്. അയാളുടെ കൂടെ ഒരു കുട്ടിയുമുണ്ട്. ഇനി ആ കുട്ടിയാണോ പിന്നീട് രാജാവാവുക എന്നറിയില്ല. സാധ്യതയില്ലാതില്ല. സിനിമ ആരംഭിക്കുന്നത് ഈ കഥകളെല്ലാം ശിവയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അതോടൊപ്പം പറയുന്നത് ഈ കിണർ മൂടാൻ കാരണമായത് മറ്റൊരു ചരിത്രമാണെന്നാണ്. ബർമ്മയുടെ കാലത്ത് കാന്താരയും സാമന്തരാജ്യവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അവശേഷിച്ചത് കുലശേഖരയുടെ മകൾ മാത്രമാണ്. ആ പെൺകുട്ടിയും കനകാവതിയെപ്പോലെ ഒരാളാണെങ്കിലോ? അതുപോലെ പാശ്ചാത്യർ കച്ചവടത്തിനായി എത്തുന്ന ഒരു സ്ഥലമാണ് ബാംഗ്രയുടെ തുറമുഖം. ബ്രിട്ടീഷ് പട്ടാളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യമായുള്ള യുദ്ധവും ചിലപ്പോൾ ഉണ്ടായേക്കാം. കാന്താരയിൽ നടന്ന യുദ്ധത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ആയുധം പിടിച്ചെടുത്ത് അയാളെ കൊല്ലുകയും മക്കളെ ആക്രമിക്കുകയും ചെയ്ത ബാംഗ്രയിലെ സൈനികനെ അതേ ആയുധം വെച്ചാണ് അവസാന യുദ്ധത്തിൽ ഈ കഥാപാത്രം ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുന്നത്. ദൈവമായ പരമശിവൻ അവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു എന്നും പ്രാർത്ഥനാ സൗകര്യങ്ങൾക്കായി പാർവതീദേവി അവിടെ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചു എന്നതുമാണ് കാന്താരയുടെ ചരിത്രമായി മായക്കാരൻ പറയുന്നത്. പരമശിവൻ ധ്യാനിച്ചിരുന്ന സ്ഥലം ആ കിണറിനകത്തായിരുന്നു. ധ്യാനം ഉണ്ടായിരുന്നിടത്തോളം കാലം അവിടെ ഗംഗാജലം ഒഴുകുകയും ധ്യാനം തീർന്നു പോകുമ്പോൾ അവിടെ ശിവലിംഗം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ലോഹത്തിൽ തീർത്ത തൃശൂലം ശിവലിംഗത്തിൻ്റെ ഇടതുവശത്തും പരമശിവൻ ധ്യാനത്തിനിരുന്നപ്പോൾ ഉപയോഗിച്ച യോഗ ദണ്ഡ് വലതുവശത്തുമായി കാണാം. ധ്യാനത്തിന് ശേഷം പരമശിവൻ അവിടെ നിന്നും പോയി ശിവലിംഗത്തിന് കാവലായി ബ്രഹ്മരക്ഷസിനെയും നിർത്തി. പരമശിവൻ പോയതിനോടൊപ്പം ഗംഗയും പോയിരുന്നു. പിന്നീട് അവിടെ ഗംഗ ഒഴുകുന്നത് ബർമ്മയുടെ ജനനത്തിന് ശേഷമാണ്. മായാരൂപൻ ബർമ്മയോട് പറയുന്നത് നിന്റെ ജന്മരഹസ്യം തിരിച്ചറിയാൻ ഗംഗ നിനക്ക് വഴി കാണിക്കും എന്നാണ്. ബാംഗ്രയിലെ കൊടിയായി കാണിച്ചിരിക്കുന്നത് തുളുനാടിൻ്റെ സാംസ്കാരിക കൊടിയാണ്. തുറമുഖത്ത് കച്ചവടത്തിനായി ബർമ്മയ്ക്ക് കനകാവതി നൽകുന്ന അനുമതി പത്രത്തിലുള്ളത് കദംബരുടെ റോയൽ ലോഗോയാണ്. അതിന് കാരണം തുറമുഖം ബാംഗ്രയുടെ ആണെങ്കിലും ബാംഗ്ര ഒരു സാമന്ത രാജ്യം മാത്രമാണ്. അവിടെ നടക്കുന്ന വ്യാപാരങ്ങളുടെ ഒക്കെ ഒരു പങ്ക് കദംബർക്ക് എത്തിക്കുകയും വേണം. കാര്യങ്ങളെല്ലാം കദംബരുടെ നിയന്ത്രണത്തിലുമാണ്. കദംബരുടെ ദൂതൻ വന്നിറങ്ങുന്ന രഥത്തിലും കൂടെയുള്ള പരിചാരകർ പിടിച്ചിരിക്കുന്ന കൊടികളിലും കദംബ രാജവംശത്തിൻ്റെ മറ്റൊരു ചിഹ്നമാണ് സിംഹത്തിൻ്റെ ചിഹ്നം. ബാംഗ്ര ഒരു ഫിക്ഷണൽ പ്ലേസ് ആണ്. ബാംഗ്രയുടെ ചിഹ്നം വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ഒരു കപ്പൽ പോലെ എന്തോ ഒന്നാണ്. വ്യാപാര കരാറുകളും യുദ്ധക്കൊടിയിലുമൊക്കെ ഈ ചിഹ്നം കാണാം. അറബിയായിരുന്ന ദലാലിൻ്റെ അതേ രൂപം രാജകുടുംബത്തിൽ ജനിച്ച ദേവേന്ദ്രയ്ക്ക് എങ്ങനെ വന്നുവെന്നും മക്കളില്ലാതിരുന്ന ബർമ്മയുടെ രൂപം ശിവയ്ക്ക് എങ്ങനെ വന്നുവെന്നും ഒക്കെ അടുത്ത ഭാഗങ്ങളിൽ അറിയാമായിരിക്കും. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഡീറ്റെയിൽസ് കമൻ്റായി ചേർക്കൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.